Hello everyone, I'm Zenha Hashim and welcome to my channel Zenash. In this video, I'm going to discuss you with the topic on essential skills needed to become a fashion designer in my point of view. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അതായത് ഒരു സക്സസ്ഫുൾ ഫാഷൻ ഡിസൈനർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ട കുറച്ച് സ്കിൽസ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിൽ ദാറ്റ് ബെൽ ബട്ടൺ. Then only you will get notified for my future videos. So without a further ado, let's get start the video. സോ സ്കിൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇറ്റ്സ് ആൻ എബിലിറ്റി. ഓക്കെ, അത് ഒന്നുകിൽ ഇൻബോൺ ആയിട്ട് ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മളത് ത്രൂ ലേണിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയൊക്കെ എക്വയർ ചെയ്തെടുക്കും. അപ്പം അങ്ങനെ എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു സക്സസ്ഫുൾ ഫാഷൻ ഡിസൈനർ ആവാൻ വേണ്ടിയിട്ട് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ പുറമെ ഈ ഒരു ഫീൽഡിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത്രത്തോളം പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഫാഷൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ഈ ഫീൽഡിനോട് അത്രത്തോളം പാഷനേറ്റ് ആയിരിക്കണം. അപ്പം പാഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്ട്രോങ് ഫീലിംഗ് ഓർ സ്ട്രോങ് ഡിസയർ ടു ഡു എനി വർക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ഫീൽഡിൽ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഈ ഒരു ഫീൽഡിനോട് പാഷൻ ആയിരിക്കണം. സോ ഇഫ് യു സേ യു ഹാവ് പാഷൻ ഇൻ ഫാഷൻ മീൻസ് യു ലവ് ഫാഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും, ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഫീൽഡിൽ നിന്നല്ല, പൊതുവെ എല്ലാ വർക്ക്സിലും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ വർക്ക്സിനോടും, ഇപ്പം ഈവൻ എന്ത് വർക്ക് ചെയ്യുന്നതായിരിക്കോട്ടെ, ഡിസൈനിങ് ഫീൽഡിൽ നിന്നല്ല, ഈവൻ എന്ത് വർക്ക് ആയിക്കോട്ടെ, ആ വർക്ക്സിനോടൊക്കെ നിങ്ങൾക്ക് ഒരു പാഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്ത് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ കൂളായിട്ട് അതൊക്കെ ആയിട്ട് മറികടക്കുന്നതായിരിക്കും. പാഷൻ ഫോർ മീ ഈസ് ലവ് ബിയോണ്ട് ബാരിയേഴ്സ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്രിയേറ്റിവിറ്റി. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. This is the intrinsic part of being a successful fashion designer. അപ്പം നമ്മൾ അത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കണം. ഈ ഒരു ഫീൽഡിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഇന്നോവേഷൻസും ഇമാജിനേഷൻസും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു ഫീൽഡാണ്. സോ നമ്മൾ അത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ മറ്റ് ഡിസൈനേഴ്സിൽ നിന്നും യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പുതിയ പാറ്റേൺസുകൾ ക്രിയേറ്റ് ചെയ്യണം, പുതിയ എന്താ പറയുക ഷേപ്സ്, പുതിയ സ്റ്റൈല്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അത്രത്തോളം നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം. സോ ദിസ് ഈസ് the core part of being a successful fashion designer. So the next skill a fashion designer should possess is artistic skills. ക്രിയേറ്റിവിറ്റി പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണിത്. അതായത് എല്ലാ ഫാഷൻ ഡിസൈനേഴ്സും ആർട്ടിസ്റ്റുകളായിരിക്കണം. മീൻസ് അവർക്ക് സ്കെച്ചിങ് അറിയണം, ഡ്രോയിങ്, പെയിൻറ്റിങ്, പിന്നെ കളർ തിയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു ഗുഡ് ആർട്ടിസ്റ്റ് ആയിരിക്കണം. ബിക്കോസ് നമുക്ക് പുതിയ പാറ്റേൺ ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കണം. ഈവൻ നമ്മൾ ഒരു പ്രിൻസ് അത് വരച്ചു നോക്കും. ഡിഫറെൻറ്റ് പ്രിൻസുകൾ ആദ്യം വരച്ചിട്ട് വേണം നമ്മളത് ക്ലോത്തിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ്, മെറ്റീരിയൽസ് ആയിക്കോട്ടെ എന്നും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡ്രോയിങ്ങിലും പിന്നെ കളർ തിയറി നല്ലപോലെ അറിഞ്ഞിരിക്കണം. കളർ കോമ്പിനേഷൻസ്, കളറിൻ്റെ ഇത് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എനിവേ എ ഫാഷൻ ഡിസൈനർ ഷുഡ് ബി എ ഗുഡ് ആർട്ടിസ്റ്റ്. ഇനി ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ടെക്നിക്കൽ സ്കില്ലാണ് സ്യൂയിങ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ആ ഡിസൈൻസിനെ നമുക്ക് എന്താ പറയാൻ ബ്രൗട്ട് ടു ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈവൻ നമ്മൾ വർക്കേഴ്സിനെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ മോഡല് ഇന്ന രീതിയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ വേണം അത് നമ്മുടെ വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സോ ദ നെക്സ്റ്റ് സ്കിൽ എ ഡിസൈനർ ഷുഡ് ഹാവ് ഈസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു, നമ്മളത് കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലിംഗ് മൊത്തം ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഈവൻ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ത്രെഡ്, ഓക്കെ, ക്ലോത്തിൽ വരുന്ന ത്രെഡുകൾ, പിന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉള്ളത്, അതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ്റെ
നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും, അത് എത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻസ് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ, അതായത് ഡിസൈനർ കസ്റ്റമേഴ്സിനൊക്കെ നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, so the designer should have good eye on details. So another noticeable skill is communication skill. മറ്റ് സ്കില്ലുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഇതും. അതായത് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. ഈവൻ ക്ലയൻസ്, മോഡൽസ്, ഫോട്ടോഗ്രാഫേഴ്സ്, ഏജൻസ്, ഈവൻ ടീം വർക്ക് ആയിട്ട് പോലും നമുക്ക് ഈ ഒരു ഡിസൈനിങ് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ടീമായിട്ട് പോലും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവരുമായിട്ട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ഹൗ ടു ഇൻട്രാക്ട് വെൽ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഡിസൈനറിൽ നല്ലപോലെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. Then the next skill is visualization. A designer should know how to visualize an article of clothing and should be expressed to others. Okay, ഇപ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഡിസൈനിന് നമുക്ക് ലൈഫ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിന് ലൈഫ് നൽകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് എന്താണെന്നുള്ളത്, നമ്മൾ എന്ത് കൺസെപ്റ്റാണ് അതിൽ നമ്മൾ ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്കത് മറ്റുള്ളവരിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. And another key skill that a designer should possess is fashion knowledge. ഈ ഒരു ഫീൽഡിൽ അത്രത്തോളം സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഫാഷനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ആസ് വെൽ ആസ് ഈസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ്, സ്റ്റൈല്, പിന്നെ ഫാബ്രിക്സ്, അതായത് മെറ്റീരിയൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പിന്നെ ബേസിക് ആയിട്ടുള്ള ഗാർമെൻറ്റ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പിന്നെ സൈസ്, ഫിറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫാഷനെ കുറിച്ച് നല്ല ഒരു ധാരണ, അതായത് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം ഫോർ എ ഗുഡ് ഡിസൈനർ. ഓക്കെ, ഇനി ഈ ഒരു ഫീൽഡിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് എ ഗുഡ് മാർക്കറ്റിംഗ് സ്കിൽ. ആസ് എ ഡിസൈനർ യു ഹാവ് ടു സെൽ യുവർ ക്രിയേഷൻ ആൻഡ് ക്രിയേറ്റ് എ സ്ട്രോങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഇൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ മാർക്കറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. Then I'm getting into the final part of this video. Last ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. ആസ് എ ഡിസൈനർ യു ഷുഡ് ഹാവ് ടു വർക്ക് അണ്ടർ ടൈറ്റ് ഷെഡ്യൂൾസ്. അതുകൊണ്ട് തന്നെ യു ഹാവ് എ എക്സലൻറ്റ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടൈം മാനേജ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രീമിയം പ്രോഡക്ട്സ്, നല്ല പ്രോഡക്ട്സുകൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ടൈം എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഒരു ഗുഡ് ഡിസൈനർ ആവാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡിസൈനിങ് ഫീൽഡിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആസ് എ ഡിസൈനർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പോയിന്റ്സുകളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ ആൻഡ് ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ.